നമസ്കാരം. പ്ലേയിങ് 11-ൽ പോലും ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത താരം തൻ്റെ ടീം ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താകുമെന്ന അവസ്ഥയിൽ അപ്രതീക്ഷിതമായി ടീമിലേക്ക് വെളിവരുന്നു. ഇനിയൊരു പരാജയം ടൂർണമെൻറ്റിൽ തൻ്റെ ടീമിൻ്റെയും ക്രിക്കറ്റിൽ തൻ്റെ കരിയറിൻ്റെയും മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുമെന്ന അവസ്ഥയിൽ വീണ്ടും അയാൾ പാടണിയുന്നു. പിന്നീട് നടന്നത് ചരിത്രം. വരും തലമുറയ്ക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ തരണം ചെയ്ത് മുന്നേറാനുള്ള പ്രചോദനത്തിൻ്റെ പാഠപുസ്തകമാവുകയായിരുന്നു ആ താരത്തിൻ്റെ യാത്ര. അത് മറ്റാരുമല്ല, മലയാളികളുടെ അല്ല, ഇന്ന് ഇന്ത്യയുടെ തന്നെ സ്വന്തം സഞ്ജു സാംസണിൻ്റെ കഥ. പ്ലേയിങ് 11-ൽ പോലും ഇല്ലാതിരുന്ന ആൾ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായ കഥ. വെറും 5 ഇന്നിംഗ്സ് കൊണ്ട് T20 വേൾഡ് കപ്പിൽ ഒരു ഇന്ത്യക്കാരൻ നേടിയ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് സാക്ഷാൽ വിരാട് കോഹ്ലിയെ മറികടന്ന് സ്വന്തമാക്കിയ കഥ. ഒരു T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ അടിച്ച് റെക്കോർഡിട്ട കഥ. തുടർച്ചയായി 3 തവണ ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോററായ കഥ. പ്രശസ്തമായ ഒരു വാചകം കടമെടുത്താൽ ഇങ്ങനെ പറയാം: സഞ്ജുവിൻ്റെ ആ കഥ അത് വല്ലാത്തൊരു കഥയാണ്. കലാശപ്പോരിൽ 46 ബോളിൽ 89 റൺസ് നേടിയാണ് ടൂർണമെൻറ്റിൻ്റെ താരമായി സഞ്ജു തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 5 ഇന്നിംഗ്സുകളിൽ 321 റൺസ് നേടിയാണ് സഞ്ജു താരമായത്. ലോകകപ്പിന് തിരശ്ശീല വീഴുമ്പോൾ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ സിക്സ്, കൂടുതൽ ഫോർ, ടോപ്പ് സ്കോർ, സ്ട്രൈക്ക് റേറ്റ് എന്നിവയെല്ലാം സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ സൂപ്പർ 8 മത്സരവും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലും വിജയിച്ചതിൽ മലയാളി താരത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനവും നിർണായകമായി. ഇതോടെയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് നോമിനേഷനിൽ സഞ്ജുവും ഇടം പിടിച്ചത്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് വോട്ടെടുപ്പ് നടന്നത്. പട്ടികയിലുള്ള ഒരേയൊരു ഇന്ത്യൻ താരവും സഞ്ജു ആയിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ നമീബിയക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു കളിക്കാനിറങ്ങിയത്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തോറ്റതോടെയാണ് പ്ലേയിങ് 11-ൽ സഞ്ജുവിനെ വീണ്ടും പരീക്ഷിക്കാൻ BCCI തയ്യാറായത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസും നേടിയാണ് സഞ്ജു ഇന്ത്യക്ക് ഫൈനലിലേക്കുള്ള വഴി തുറന്നത്. 200-ന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ICC പുറത്തുവിട്ട പട്ടികയിൽ ഫൈനലിൽ കളിച്ച 3 താരങ്ങളാണ് ഉണ്ടായിരുന്നത്. സഞ്ജു സാംസണിനെ കൂടാതെ ന്യൂസിലൻഡിൻ്റെ രജിൻ രവീന്ദ്ര, ടിം സീഫർട്ട് എന്നിവരാണ് മറ്റ് നാമനിർദ്ദേശങ്ങൾ. വിൽ ജാക്സ്, സാഹിബ് സാദ ഫർഹാൻ, ലുങ്കി എൻഗിഡി, എയ്ഡൻ മാർക്രം, ഷാർലി വാൻ ഷാൽക്വിക് എന്നിവരാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പട്ടികയിലുണ്ടായിരുന്ന മറ്റ് താരങ്ങൾ. T20 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ 8 താരങ്ങളാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 2 തവണ നേട്ടം കൈവരിച്ച ഏകതാരം വിരാട് കോഹ്ലിയാണ്. 2014-ലും 2016-ലും. കഴിഞ്ഞ തവണ 2024 ഇന്ത്യ കിരീടം നേടിയപ്പോൾ പേസ് ബോളർ ജസ്പ്രീത് ബുംറയായിരുന്നു ടൂർണമെൻറ്റിലെ താരം. ഇന്ന് സഞ്ജു സാംസൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കോഹ്ലിക്കും ബുംറയ്ക്കും ശേഷം ഈ സുവർണ്ണ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ ഇന്ത്യക്കാരനായി സഞ്ജു മാറി. മുൻകാല വിജയികൾ ഇവരൊക്കെയാണ്: 2007-ൽ ഷാഹിദ് അഫ്രീദി, 2009-ൽ തിലകരത്ന ഡിൽഷൻ, 2010-ൽ കെവിൻ പീറ്റേഴ്സൺ, 2012-ൽ ഷെയ്ൻ വാട്സൺ, 2014-ൽ വിരാട് കോഹ്ലി, 2016-ലും കോഹ്ലി തന്നെ, 2021-ൽ ഡേവിഡ് വാർണർ, 2022-ൽ സാം കുറാൻ, 2024-ൽ ജസ്പ്രീത് ബുംറ. അതേസമയം ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു. ഇന്ത്യൻ ടീമിൻ്റെ അസാമാന്യമായ കഴിവും നിശ്ചയദാർഢ്യവും ഒത്തൊരുമയുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ തന്നെ കിരീടം നിലനിർത്താൻ സാധിച്ചത് മറക്കാനാവാത്ത നിമിഷമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിജയമെന്നും ടീമിലെ ഓരോ കളിക്കാരും സപ്പോർട്ട് സ്റ്റാഫും അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു.